ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഒരു കളക്ടർ ഉണ്ടായിരുന്നു, മലബാറിലെ കളക്ടർ. അദ്ദേഹമാണ് വാഗൺ ട്രാജഡി ദുരന്തം ഉൾപ്പെടെ നിരവധി ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആ ഹിച്ച്കോക്കിന് ഒരു സ്മാരകം പണിതു ബ്രിട്ടീഷ് ഗവൺമെന്റ് മലപ്പുറത്തിന്റെ വിരിമാറിൽ. ആ സ്മാരകം ആരാ പൊളിച്ചത്? ലീഗുകാരാണോ പൊളിച്ചത്? കോൺഗ്രസ് ആണോ പൊളിച്ചത്? 1967 കേരളത്തിൽ അധികാരത്തിൽ വന്ന രണ്ടാമത്തെ EMS സർക്കാരിലെ KSRTC മന്ത്രിയായിരുന്ന, ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന സഖാവ് ഇമ്പിച്ചി ബാവയാണ് ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ച് തൽസ്ഥാനത്ത് ഒരു KSRTCയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത്. ഒരുപാട് കാലം നോക്കിയിട്ടുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിക്കാൻ സമ്മതിച്ചില്ല ബ്രിട്ടീഷുകാരും. ബ്രിട്ടീഷുകാരെ പിന്നീട് ആ പ്രേതം കൂടിയ ഇന്ത്യക്കാരായ ബ്രിട്ടന്റെ മനസ്സുള്ളവരും അത് പൊളിക്കാൻ 1967 സഖാവ് EMSന്റെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു. അല്ലാതെ ലീഗുകാർ പൊളിച്ചതാണെന്നാണോ നിങ്ങൾ കരുതിയത് ഹിച്ച്കോക്കിന്റെ സ്മാരകം? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശക്തി എന്തേ ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിക്കാൻ ഉപയോഗിച്ചില്ല? എന്തുകൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത്? മലപ്പുറം നേർച്ച നിരോധിച്ചിരുന്നു. കാരണം മാപ്പിളമാര് കൂടും, അങ്ങനെ കൂടിയാൽ അത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലേക്ക് അവരെ കൊണ്ടുപോകും. അതുകൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള മലപ്പുറം നേർച്ച 1921 ബ്രിട്ടീഷുകാർ നിരോധിച്ചു. 21 ആ നിരോധനം ഏർപ്പെടുത്തിയിട്ട് 1957 47 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. 10 കൊല്ലം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും മലപ്പുറം നേർച്ച നടന്നില്ല. കാരണം ആ നിയമം പിൻവലിക്കണ്ടേ. അത് പിന്നീട് പിൻവലിച്ചു മലപ്പുറം നേർച്ച പുനഃസ്ഥാപിക്കപ്പെട്ടത് സഖാവ് EMS കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റതിനു ശേഷമാണ്. ഇതൊക്കെ ചരിത്രമാണ്. ഞാൻ വെറുതെ വിടുവായിത്വം പറയുകയല്ല, ഇതെല്ലാം ചരിത്രമാണ്. ഇങ്ങനെയുള്ള പാർട്ടിയെ, ഇങ്ങനെയുള്ള ഒരു സംഘത്തെയാണ് മുസ്ലിം വിരുദ്ധർ, മതവിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ് സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി ഒരു സംഘം ആളുകൾ ശ്രമിക്കുന്നത്. ഇതിനെതിരായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം, സാധിക്കണം.